14-15 വാക്യങ്ങളാണ് നാം പ്രാരംഭമായി വായിക്കുന്നത്. We'll read from Psalms 50 verse 16 and 17. അവർ ഒളിച്ചു വെച്ച വലയിൽ അവരുടെ കാൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു. Offer to God thanksgiving and pay your vows to the Most High. Call upon me in the day of trouble, I will deliver you and you shall glorify me. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതനതിൻ്റെ നേർച്ചകളെ കഴിക്കുക. ഞാൻ നിന്നെ വിടുവിക്കുന്നവനും ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. Offer to God thanksgiving and pay your vows to the Most High. I will deliver you and I shall glorify you. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക. Offer to God thanksgiving. അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കുക. Pay your vows to the Most High. ഞാൻ നിന്നെ വിടുവിക്കും, I will deliver you ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. and I will glorify you. ഇവിടെ ദൈവം അഭിഷക്ത പ്രവാചകനായ രാജാവായ സങ്കീർത്തനക്കാരനിലൂടെ ദൈവജനത്തിൻ്റെ ആരാധന അനുഭവത്തെ കറക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണിത്. Here the passage we read is God through his anointed prophet is trying to correct the worship to the Lord. അവർ ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കുന്നവരായിരുന്നു ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ. എന്നാൽ അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് വളരെ ദൂരത്തായിരുന്നു. These people were people who used to sacrifice for worshiping God, but their hearts were far away. അവർക്ക് ആരാധനയുണ്ട്, യാഗമുണ്ട്, ധൂപപ്രാർത്ഥനയുണ്ട്, എല്ലാ ചടങ്ങുകളും അവർക്കുണ്ട്. എന്നാൽ അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നിരുന്നു. They had worship, sacrifices and incense prayers, but their hearts were very far from the Lord. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് അതിനെ വിജയത്തിലേക്ക് നയിക്കുന്നതിന് ആവശ്യമായ പ്രധാനപ്പെട്ട 3 സ്റ്റെപ്പുകൾ അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്നത്തെ വചനധ്യാനം മുൻപോട്ട് പോകുന്നത്. Today's message is focusing on our lives to be led to victory. There are 3 points. That's what we will be seeing. ഒന്നാമത്തേതായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തോട് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി അർപ്പിക്കുന്ന മനോഭാവം, താങ്ക്സ് ഗിവിംഗ് മനോഭാവം നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. First thing is we should have an attitude of gratitude and thanksgiving towards the Lord. രണ്ടാമത്തേതായിട്ടുള്ളത് ഫിഡലിറ്റി, അതായത് ഫെയ്ത്ത്ഫുൾനെസ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. Secondly, in our day-to-day lives, fidelity or faithfulness is very important. അതിലൂടെ ദൈവത്തിൻ്റെ മഹത്വം അഥവാ ഡെലിവറൻസസ് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ച് ദൈവത്തെ ഉയർത്തിക്കൊണ്ട് ജീവിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. Through that we will be able to experience God's deliverances, and that's what God desires from us. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്? What is gratitude? ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ നമ്മെക്കുറിച്ച് അടങ്ങിയിരിക്കുന്ന ആഗ്രഹത്തിനനുസരിച്ച് നാം ആയിരിക്കുക എന്നുള്ളതാണ്. It is something like the desires of the God which is in his heart for us. We should be like that. നമ്മുടെ ഹൃദയം ദൈവത്തോട് ഏറ്റവും നന്ദിയുള്ളവരായി നമ്മൾ ഇരിക്കണമെന്ന് ദൈവം ആത്യന്തികമായി എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നു. God always desires that our hearts should be filled with thanksgiving towards him. അതുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുവാൻ ഇവിടെ ഈ വചനഭാഗത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ആഹ്വാനം ചെയ്യുന്നത്. That is why the Holy Spirit is encouraging to offer God thanksgiving through these verses. കാരണം നാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. Because we are God's creation. യെശയ്യാ പ്രവചനം 43:1 പറയുന്നു, ഞാൻ നിന്നെ സൃഷ്ടിച്ചവൻ, ഉരുവാക്കിയവൻ, ഞാൻ നിന്നെ നിർമ്മിച്ചവനുമാണ്. In Isaiah chapter 43 it says, I have created you, formed you and redeemed you. വളരെ പ്രതിസന്ധികളുടെ നടുവിൽ അവർ നിൽക്കുമ്പോൾ അതിഘനമേറിയതായ ദൈവാലോചന അവർക്ക് കൊടുക്കാൻ പോകുന്ന സമയം ഇൻട്രൊഡക്ടറി പാർട്ടിൽ ദൈവം പറയുന്നു പ്രവാചകനിലൂടെ, I am your creator and I am your redeemer. That because the people are in a crisis situation,
But God, before sending his message, he is telling the people, I am your creator and I am your redeemer. അപ്പോൾ ദൈവത്തിനെ കൂടാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. Therefore, man cannot live without God. ദൈവത്തെ കൂടാതെ മനുഷ്യന് ഒരു അച്ചീവ്മെന്റും സാധ്യമല്ല. A man cannot achieve anything without God. എന്നാൽ അതിനുവേണ്ടിയാണ് ദൈവം എപ്പോഴും മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്നത്, ഞാനാണ് സൃഷ്ടാവ്, ഞാനാണ് എല്ലാം എല്ലാം എന്നുള്ളത്. That is why God keeps reminding that I am your creator and I am your everything. ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, എല്ലാ കാലഘട്ടത്തിലും ശത്രു ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിക്ക് ബഹുമാനം കൊടുക്കുന്ന ഒരു പതിവ്. In this age and every age, that's where the devil tries to bring that being worshipping the creation more than the created. പ്രവർത്തിച്ച ദൈവ പ്രാർത്ഥന കേട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ദൈവം മുഖാന്തരമായിട്ട് എടുത്തിട്ടുള്ള മുഖാന്തരങ്ങളെ മാത്രം ഓർക്കുകയും ദൈവത്തിൻ്റെ കരങ്ങളെ അതിൻ്റെ വലിപ്പത്തെ മനസ്സിലാക്കാതെയും പോകുന്ന ജനം. It is a situation where people are praising the mediums God used to deliver them, but forgetting God there. പലപ്പോഴും മനുഷ്യൻ അവന് ലഭിക്കുന്ന നന്മകൾക്ക് അതിന് മുഖാന്തരമായതിനെ കൂടുതൽ ആദരിക്കുന്നു, എന്നാൽ അതിനെ പൂർണ്ണമായും നിയന്ത്രിച്ച് ഫലപ്രാപ്തിയിലെത്തിക്കുന്ന ദൈവത്തിന് പൂർണ്ണ മഹത്വം കൊടുക്കാൻ കഴിയാതെ പോകുന്നു. Oftentimes people praise the mediums which God used, but always forget that it is God who is under control of everything. ദൈവം ആഗ്രഹിക്കുന്നു നമുക്ക് നന്ദിയുള്ള ഹൃദയം വേണമെന്ന്. God desires that we should have a heart of thankfulness. വെറും വാക്കുകളിൽ പ്രയോജനമില്ലാത്ത empty rituals ആയി നമ്മുടെ ആരാധനയും ആധ്യാത്മിക ജീവിതവും മാറരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Our life and worship should not be just in words or empty actions. സിറ്റി ടെമ്പിൾ ചർച്ചിലെ സീനിയർ പാസ്റ്റർ ആയിരുന്നതായ ഡോക്ടർ പാർക്കർ, അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിച്ചത് ഇപ്രകാരമാണ്. It's a City Temple Church, the senior pastor there, who is Dr. Parker, started his message in this manner. ഒരു കൂട്ടം കാട്ടുപുഷ്പങ്ങൾ കരങ്ങളിൽ ഏന്തിക്കൊണ്ടാണ് അദ്ദേഹം അന്ന് പ്രഭാത മെസ്സേജിന് പുൾപിറ്റിൽ നിൽക്കുമ്പോൾ അവ കരങ്ങളിൽ ഏന്തിക്കൊണ്ടാണ് നിന്നത്. He came to the pulpit carrying some wild flowers in his hands. ആ പുഷ്പങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് അദ്ദേഹം ജനത്തോട് പറഞ്ഞു, He raised those flowers and started saying, ഈ പുഷ്പങ്ങൾ ഇവിടെ ഉള്ള ഡിവോൺഷയർ ലേനിൽ നിന്നും ഒരു കൊച്ചു പെൺകുട്ടി കൊണ്ടുവന്നതാണ്. These flowers have been bought by a little girl from Devonshire. നിങ്ങൾ ചോദിക്കും, ഇത് അങ്ങേക്ക് എന്തിനു വേണ്ടിയാണ്? You may ask, why do I need these? ശരിയാണ്, എനിക്കിതിനെ കൊണ്ട് ആവശ്യമില്ല. It is true, I don't need these. തീർച്ചയായും എനിക്കിതിനെ കൊണ്ട് ആവശ്യമില്ല. And truly, I do not need these. എന്നാൽ ഞാൻ ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്നു. But I still like them. നാം ഓർക്കണം, ആവശ്യമില്ല എന്നാൽ അധികമായിട്ട് അത് ഇഷ്ടപ്പെടുന്നു. We need to understand that we don't need it, but still we like them. ദൈവത്തിന് നമ്മുടെ ദാനങ്ങൾ ആവശ്യമില്ല, എന്നാൽ ദൈവം അത് ആഗ്രഹിക്കുന്നു. God does not want our gifts, but He still desires it. വളരെ വാത്സല്യം തുളുമ്പുന്ന ഹൃദയത്തോടുകൂടെ ഒരു പിതാവ് മക്കളിൽ നിന്ന് ദാനങ്ങൾ അല്ലെങ്കിൽ നന്മകൾ ആഗ്രഹിക്കുന്നത് പോലെ ദൈവം നമ്മിൽ നിന്നും നമ്മുടെ നന്ദി നിറഞ്ഞ ഹൃദയവും പ്രവൃത്തിയും കാണാൻ ആഗ്രഹിക്കുന്നു. Just as a father filled with his heart's love is expecting gifts and blessings from his own children, the same way God desires that from us. അതറിയണമെങ്കിൽ 50-ാമത്തെ അധ്യായത്തിലെ അതിൻ്റെ 10 മുതൽ 12 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. മലകളിലെ പക്ഷികളെ ഒക്കെയും ഞാൻ അറിയുന്നു. വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല. ഭൂലോകവും അതിൻ്റെ നിറവും എൻ്റേതത്രേ. If we want to understand more, we need to read from verses 10. For every beast of the forest is mine, and the cattle on 1,000 hills. I know all the birds of the mountains, and the wild beasts of the field are mine. If I were hungry, I would not tell you, for the world is നാം mine. ഓർക്കണം, ദൈവത്തിനു വേണ്ടി നാം നൽകുന്നതായ ദാനങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയല്ല. We need to understand that the gifts we offer to Him are not something to meet His needs. ദൈവത്തോടുള്ളതായ നമ്മുടെ യഥാർത്ഥമായ സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്
നാം അത് ചെയ്യുന്നതിലൂടെ ലക്ഷ്യമാക്കുന്നത്. But it should be something which will showcase our real love and thanksgiving to Him. നാം ദൈവത്തിനു വേണ്ടി നമ്മുടെ ആരാധനയും നമ്മുടെ ദാനങ്ങളും അർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയം സന്തോഷിക്കുന്നു. When we offer our sacrifices and worship to the Lord, the heart of the Lord rejoices. നാം ദൈവത്തെ വാസ്തവമായും സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളമാണത്. It is a true evidence that we really love God. യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ ലേഖനകർത്താവ് പറയുന്നു, ഒരുവൻ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ they will obey my commands, അവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. In the Gospel of John it says, if someone loves me, they will obey my commands. എന്തുകൊണ്ടാണ് നമ്മുടെ ദാനങ്ങളെ ദൈവം ആഗ്രഹിക്കുന്നത്? Why does God desire our gifts? നാം അവന്റെ മക്കളായതുകൊണ്ടാണ്. Because we are His children. അവൻ നമ്മിൽ പ്രസാദിക്കുന്നത് കൊണ്ടാണ് അവൻ നമ്മുടെ ദാനങ്ങളെ ആഗ്രഹിക്കുന്നത്. And because He pleases in us, that's why He expects it. അവൻ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടും നമ്മിൽ കൂടെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടുമാണ് അവൻ നമ്മുടെ ആരാധനയും സ്നേഹവും ആദരവും ദാനങ്ങളും പ്രതീക്ഷിക്കുന്നത്. Because He loves us and wants to work through us, that's why He expects our gifts and worship. അവന് പ്രസാദമില്ലാത്തവരുടെ ദാനങ്ങൾ അവൻ അതിൽ പ്രസാദിക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല. If He does not please in someone, He does not accept their worship. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ വഴിതിരിഞ്ഞ് മനം തിരിഞ്ഞ് നടക്കുമ്പോൾ യെശയ്യാ പ്രവാചകനിലൂടെ പറയുന്നു, നിങ്ങളുടെ യാഗങ്ങളിൽ ഞാൻ പ്രസാദിക്കുന്നില്ല. That is why when the Israelites left the way of the Lord, through Isaiah, God says, I do not please in your sacrifices. പ്രവൃത്തിയില്ലാത്തതായ യാഗങ്ങളിലും ദൈവം ഒരിക്കലും പ്രസാദിക്കുന്നില്ല. And God does not please in worship without works. രണ്ടാമതായിട്ട് ദൈവം യഥാർത്ഥമായ ആരാധനയും ദാനങ്ങളും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതിന്റെ രണ്ടാമത്തെ കാരണം, The second reason why God wants the sacrifices and worship from us, നമ്മെ അനുഗ്രഹിക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു മുഖാന്തരമാണത്. because it is a medium through which God wants to bless us. നാം ദൈവത്തിനു വേണ്ടി നൽകുമ്പോൾ ആരാധനയായാലും പ്രാർത്ഥനയായാലും നമ്മുടെ സമയമായാലും നമുക്ക് ലഭിക്കുന്ന ഭൗതിക നന്മയായാലും അതെല്ലാം നമ്മെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു മുഖാന്തരമാണ്. Whatever we offer to Him, be it our worship, our prayer or our time, everything is a medium through which He can bless us. നാം അത് നൽകുമ്പോൾ അത് അനേകമായി ദൈവം അത് നമ്മിലേക്ക് മടക്കി തരുന്നു. When we offer that, He repays it abundantly to us. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക. That's why in the word it says, cast your bread upon the waters. അത് ഇരട്ടിയായി നിന്റെ അടുക്കലേക്ക് മടങ്ങി വരും. It will come back to you double fold. അതുകൊണ്ടാണ് മലാഖി പ്രവചനത്തിൽ പറയുന്നത്, ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് ദൈവത്തിന്റെ ആലയത്തിലേക്ക് നിന്റെ നന്മകളെ കൊണ്ടുവരിക എന്നുള്ളത്. That's why in Malachi it says, offer your sacrifices and bring it to the storehouses of the Lord so that there be more produce. ഞാൻ ആകാശത്തിന്റെ കിളിവാതിലുകളെ നിനക്ക് വേണ്ടി തുറക്കുമെന്നാണ് പറയുന്നത്. I will open the floodgates of heaven for you, it says. ദൈവത്തിന് നൽകിയവരാരും ദരിദ്രരായ ചരിത്രം ഈ ലോകത്തിലില്ല. There is no history where a person who has offered to the Lord has been poor. എന്നാൽ ദൈവത്തിനു വേണ്ടി നൽകിയവർ, ജീവിതം നൽകിയവർ, ആരാധന നൽകിയവർ, പ്രാർത്ഥന നൽകിയവർ, തങ്ങൾക്കുള്ള നന്മകളെ ഏറ്റവും ആദരവോട് ദൈവത്തിന് കാഴ്ചവെച്ചവർ, അവർ ലോകത്തിൽ അനേക സാക്ഷ്യങ്ങൾ പറയത്തക്ക നിലയിൽ ദൈവം അവരെ ഉയർത്തിയ ചരിത്രമാണ് ലോകത്തിലുള്ളത്. But everyone who offered themselves, their life and everything to the Lord are great testimonies in this world today. 1 ദിനവൃത്താന്തം അതിന്റെ 29:14 ദാവീദ് ഇങ്ങനെ പറയുന്നു, സകലവും ദൈവത്തിൽ നിന്നല്ലോ വരുന്നത്, നിന്റെ കയ്യിൽ നിന്നും വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേ ഉള്ളൂ. In 1 Chronicles 29 it says, David says, everything comes from you and from you we receive and we repay it back to you. അനേകമായി അനുഗ്രഹിക്കപ്പെട്ടതായ ദാവീദ് തന്റെ വാർദ്ധക്യത്തിൽ അതേ സ്തോത്രം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഭാഗമാണത്. David, who was greatly blessed from the Lord, in his old age he's praying this prayer. താൻ ദേവാലയത്തിന്റെ പണിക്ക് വേണ്ടി എല്ലാം ചരദിച്ച് സമർത്ഥമായി ഒരുക്കി വെച്ചിട്ട് ദൈവസന്നിധിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. It is a time where he prepared everything for the temple of the Lord and has come to the place of the Lord and praying to the Lord. ഇതെല്ലാം ആവശ്യത്തിലും അധികമായി ദാവീദ് കരുതി വെച്ചിട്ട് ദാനങ്ങളായി അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ താൻ ആദ്യം റിയലൈസ് ചെയ്യുന്നത്, ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ദൈവത്തിൽ നിന്നാണ് വന്നത്, അങ്ങിൽ നിന്ന് വാങ്ങി ഞാൻ അങ്ങയ്ക്ക് തരുന്നു എന്നതേ ഉള്ളൂ. David prepared things which were more than enough, and then he realizes and prays that you have given this to me and I am giving it back to you. ചില ആളുകൾ മിസ്ഇന്റർപ്രറ്റ് ചെയ്യും, ദൈവത്തിനെല്ലാം ഉണ്ട്,
പിന്നെ നമ്മൾ എന്തിനാണ് ദൈവത്തിന് കൊടുക്കുന്നത്? Some people misinterpret that God has everything, then why should we offer to him? നമ്മൾ കിടന്ന് ഞെരുങ്ങുമ്പോൾ, കഷ്ടപ്പെടുമ്പോൾ, വട്ടം കറങ്ങുമ്പോൾ എന്തിനാണ് നമ്മൾ ദൈവത്തിന് ഇങ്ങനെ കൊടുക്കുന്നത്? When we are struggling and in crisis, why should we then offer to the Lord? എന്നാൽ ദൈവത്തിന്റെ ജനമേ, നാം അറിയണം, ദൈവത്തിന്റെ വ്യവസ്ഥകൾ നാം പാലിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹം യഥാർത്ഥമായി നമുക്ക് അനുഭവമാക്കാൻ കഴിയൂ. But my people, we should understand that unless we obey the statutes of the Lord, we cannot receive any blessings from him. Oh, thanksgiving is the purest worship. Thanksgiving is the purest worship. നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ദൈവത്തിന് കൊടുക്കുന്നതും ദൈവത്തിന് കാഴ്ചവെക്കുന്നതും ഏറ്റവും വലിയ വിശുദ്ധിയുള്ള ആരാധനയാണ്. Anything we offer with a thankful heart is something which is most holy worship in the presence of നാം the Lord. ചിന്തിക്കരുത്, ആലയത്തിലും കൂടുമ്പോഴും മനോഹരമായ പാട്ടുകൾ പാടി നന്നായി ആരാധിക്കുക, നന്നായി പാടുക, അതാണ് ആരാധനയെന്ന് നാം മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയോ ചെയ്യരുത്. We should not misunderstand or misinterpret that when we come to the presence of the Lord, to sing well or to worship well is enough. അതൊരാരാധനയുടെ ഭാഗമാണ്. It is part of worship. എന്നാൽ യഥാർത്ഥമായ പ്യുവറസ്റ്റ് വർഷിപ്പ് എന്ന് പറയുന്നത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ എല്ലാം അവന്റെ പാദപീഠത്തിൽ അർപ്പണം ചെയ്യുന്നതാണ്. But the real purest worship is to offer everything at his feet with a heart filled with thanksgiving. നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ നാം അവന് അർപ്പിക്കുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? What is the speciality when we offer things with a thankful heart? One way we are acknowledging that God is the ultimate source for everything. One way we are acknowledging that God is the ultimate source of everything. 136 സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, give thanks to the Lord for he is good. In Psalms 136 verse 1 it says, give thanks to the Lord for he is good. ദൈവത്തിന് നന്ദി അർപ്പിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? അവൻ നല്ലവനായതുകൊണ്ടാണ്. Why should we offer thanks to him? Because he is good. അവൻ നമുക്ക് നല്ലത് ചെയ്യുന്നത് കൊണ്ടാണ്. Because he does good for us. മറ്റാരും നമ്മെ കുറിച്ച് നല്ലത് ചിന്തിക്കാതിരിക്കുമ്പോൾ, നമ്മുടെ നന്മ ചിന്തിക്കാതിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി നല്ലത് ചിന്തിക്കുന്ന ദൈവമായതുകൊണ്ടാണ്. At a time where no one thinks good about us, that's when God is someone who thinks only good about us. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു ആരാധനയിലേക്ക് നമ്മുടെ ഹൃദയം മാറട്ടെ. Today let our hearts be transformed to that നമുക്ക് വേണ്ടി worship. നല്ലത് ആഗ്രഹിക്കുന്ന ദൈവത്തെ ആദരിക്കാൻ നാം മറന്നു പോകരുത്. Let us not forget to the one God who desires good for us. ദൈവത്തിൽ നിന്ന് നല്ലത് പ്രതീക്ഷിക്കുന്ന നിങ്ങൾ ദൈവത്തെ ആദരിക്കാൻ മറന്നു പോകരുത്. We who expect good from God, let us not forget to honor him. അതേ വെറും ജൽപ്പനങ്ങളിൽ മാത്രമായി നിങ്ങളുടെ ബഹുമാനം ഒതുങ്ങരുത്. Let our honor not be in the outward things. അധരത്തിന്റെ പ്രാക്ടീസ് കൊണ്ട് മാത്രമുള്ള ആരാധനയായി ചുരുങ്ങരുത്. Let our worship not be limited to the words we speak. ഹൃദയംഗമമായി ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് അവന് കൊടുത്ത് എല്ലാ ബഹുമാനവും കൊടുത്ത് നമുക്കുള്ളതെല്ലാം ബഹുമാനത്തോടെ ഭക്തിയോടെ അർപ്പണം ചെയ്തുകൊണ്ട് നാം ദൈവത്തിന് ആരാധനയായി മാറണം. But whatever we offer, let it come from the bottom of our hearts with full fear and honor to him. അത് മാത്രമല്ല, ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് എന്താണെന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. Not just that, we should clearly understand what gratitude ആ is. ഹൃദയം നമുക്കുണ്ടാകുമ്പോൾ When we have that heart, that will shift our focus that will shift our focus from the problem to provider. from the problem to the provider. നമ്മുടെ പ്രോബ്ലങ്ങളുടെ നടുവിലായിരിക്കും നമ്മളുള്ളത്. We might be in the midst of our problems, പക്ഷേ അതിന്റെ നടുവിൽ നാം ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ അവന് വേണ്ടി അർപ്പണം ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ എവിടെയാണ്? നമ്മുടെ കടഭാരത്തിലല്ല, നമ്മുടെ ബാധ്യതകളിലല്ല, നമ്മുടെ ഞെരുക്കങ്ങളിലല്ല. Rather, our focus will shift to our provider. even in the midst of problems, when we still worship him, our focus will not be on our obligations or debts, but it will be on the provider. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടർ DGS ദിനകരൻ, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണ്. അദ്ദേഹം ആലപ്പുഴ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ച് മാനേജർ ആയിട്ടിരിക്കുന്ന കാലം. Long years back, when Dr. DGS Dinagaran was a branch manager at Alappuzha, ഇത് 60കളിലെ സംഭവമാണ്. it was back in 60s. അദ്ദേഹം ശമ്പളം വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ When he receives and brings his salary, അദ്ദേഹത്തിന് ഒരുപാട് കടബാധ്യതകളുണ്ട്. he's got a lot of debts. അദ്ദേഹത്തിന്റെ മകനെയും മകളെയും അരികെ വിളിച്ച് ഭാര്യയുമായി ആ ശമ്പളവുമായി ഒരുമിച്ച് കൈ കോർത്ത് മുട്ടിന്മേൽ നിൽക്കും. He will call his son and daughter and wife
and be on his knees. ദൈവത്തിനു വേണ്ടിയുള്ളത് മാറ്റിവെക്കും. ഒരുപാട് പ്രയാസമുണ്ട്, പക്ഷേ മാറ്റിവെക്കും. And from that salary he will set apart what is for God. എന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ക്രമീകരിക്കും. And after that he will provide for the other things. ഇന്ന് ദിനകരൻ ലോകത്തിലില്ല. ദിനകരനും തലമുറയും എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിക്കണം. Today Dr. Dinagar is not in this world, but we can see their children. ഇതിന്റെ പ്രസംഗത്തിൽ നോട്ട് ചെയ്ത് വന്നതല്ല, പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്തൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. It was not noted in my message, but the Holy Spirit gave it to me. That's why I spoke. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും our focus must be on the provider, on the Lord. Therefore, no matter whatever we have in our life, our focus must be on the Lord, our provider. നമ്മൾ മെസ്സപ്പായി പോകുന്നതെല്ലാം നമ്മുടെ പ്രശ്നത്തിനകത്താണ് നമ്മുടെ ശ്രദ്ധ. We are messed up because our focus is on our problems. നമ്മുടെ ഭാരമാണ് നമ്മുടെ ഉറക്കം കെടുത്തുന്നത്. We are focusing on our burdens. എന്നാൽ ഉറങ്ങാത്തൊരുവൻ നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ ഫോക്കസ് അവനിലേക്ക് തിരിയണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. നിന്റെ വിഷയത്തിൽ ഇടപെടണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. There is one who doesn't sleep for us, and our focus should shift to him. പലപ്പോഴും പല വിടുതലുകൾ നടക്കാതിരിക്കുന്നത് നമ്മുടേതായ ചില പ്രീ കാൽക്കുലേഷനുകൾ, ചില മുൻവിധികൾ, കഠിനമായ നമ്മുടെ ചില തീരുമാനങ്ങളാണ് ചില വിടുതലിനെ തടയുന്നത്. Many times deliverances don't happen because of our pre-calculations and prejudices. That is a hindrance for it. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് എന്തോ അതൊരു കൊച്ചു കുഞ്ഞിനെ പോലെ അനുസരിക്കുവാനുള്ള വിധേയത്വവും താഴ്മയും ഹല്ലേലൂയ അതിനുള്ള ഹൃദയവുമാണ് ദൈവാത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. Whatever the Holy Spirit says to us, we should obey it like a small child with humbleness. നാം അങ്ങനെ ചെയ്യുമ്പോൾ that reveals real humility, not pride. And when we do that, it reveals real humility and not pride. നാം ഓർക്കണം, നാം അത് ചെയ്യുമ്പോൾ, ഈ ഇരിപ്പിലിരുന്ന് നാം സമർപ്പിക്കുമ്പോൾ, തീരുമാനമെടുക്കുമ്പോൾ സംഭവിക്കുന്നത് ദൈവത്തോടുള്ള ബഹുമാനവും അവന്റെ മുൻപാകെ താഴ്ത്തുന്നതായ ഹൃദയവുമാണ്. മറിച്ച് അഹങ്കരിക്കുന്ന, കേട്ടിട്ടും ചലനമില്ലാതെ നിൽക്കുന്ന പ്രൈഡിന്റെ അനുഭവമല്ലത്. When we do that, sitting here, when we take that decision of humility, it shows our humbleness and not the pride or arrogance which is there. മൂന്നാമതായി താങ്ക്സ് ഗിവിംഗ്, നന്ദിയുള്ള ഹൃദയം നമുക്കുണ്ടായാൽ അത് വലിയ സമ്മർദ്ദങ്ങളുടെ നടുവിൽ നമ്മൾക്ക് നിൽക്കുമ്പോൾ ആ നന്ദിയുള്ള ഹൃദയം വലിയ ശക്തിയായി നമ്മളെ ട്രാൻസ്ഫർ ചെയ്യും. And third thing, when we have that heart of gratitude, it transfers a great power in our lives. ഭാരങ്ങളിലിരിക്കുന്ന ദൈവജനം കഴിഞ്ഞ നാളുകളിൽ ദൈവ പൈതലേ, നിനക്ക് വേണ്ടി പ്രവർത്തിച്ചവന്റെ കരത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ അസാധാരണമായ ശക്തി നിന്റെ ജീവിതത്തിൽ വ്യാപരിക്കുന്നത്, ഇന്ന് നീ നേരിടുന്ന വിഷയങ്ങളുടെ നടുവിൽ ഇടപെടുമെന്നുള്ളത് നിനക്ക് ശക്തമായി തിരിച്ചറിയുവാൻ സാധിക്കും. When we remember that strong hand which worked for us in our troubles, and when we continue to give thanks, he transfers that great power in our lives. അതുകൊണ്ടാണ് 1 Thessalonians 5:18 പറയുന്നത്, പൗലോസ് പറയുകയാണ്, എല്ലാം പ്രാർത്ഥനയാൽ, സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ അവന് നന്ദി അർപ്പിച്ചുകൊണ്ട് അവനിലേക്ക് പകരുക, അവനിൽ അർപ്പിക്കുക. That's why Paul in 1 Thessalonians 5:18 he says, in everything give thanks to the Lord God of Christ Jesus. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. I'm going to go forward quickly. 2 Chronicles chapter 20 നിങ്ങൾ വായിക്കണം വീട്ടിൽ ചെന്ന്. We should read 2 Chronicles chapter 20 when അവിടെ യഹോശാഫാത്ത് രാജാവിന്റെ മുൻപില് 3 ശക്തമായ രാജ്യങ്ങൾ ഒരുമിച്ച് യുദ്ധത്തിന് പുറപ്പെടുകയാണ്. Here against King Jehoshaphat, there are 3 kingdoms coming against him. സ്വന്തമായി ഫൈറ്റ് ചെയ്ത് ജയിക്കാനുള്ള കഴിവ് അവർക്കില്ല. They don't have the strength to fight on their own. ഭക്തനായ യഹോശാഫാത്ത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തങ്ങൾക്കുള്ള ആ ഡിഫൻസ് പവർ, അതിന്റെ ഫോർമേഷൻ സെറ്റ് ചെയ്യുന്ന സമയം. But this godly king who is Jehoshaphat, he trusted in the Lord and made his formations for the war. അതിനകത്ത് പറയുന്നത് he put singers first in the battle. And it says in there, he put singers first in the battle. നാം ദൈവവചനം നന്നായി മനസ്സിലാക്കേണ്ടതാണ്. We need to understand the word of God. ലോകത്തിൽ ഇന്ന് വരെ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ യുദ്ധം നടക്കുമ്പം ആത്മാവിൽ പാടുന്ന പാട്ടുകാരെ മുന്നിൽ നിർത്തുക? Have you ever heard in the world that if there is a war, someone put spirit-filled singers in their army? ഒരിടത്തും കേൾക്കുന്ന കാര്യമല്ല. We have not heard it anywhere. ശക്തമായ സൈന്യത്തിന്റെ ഡിഫറന്റ് ആയിട്ടുള്ളതായ ഫോർമേഷൻ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ പ്ലാറ്റൂൺസ് അതിനെയാണ് നിയമിക്കുന്നത്. It is where the strong armies
defined and in platoons and formations. വളരെ ടാക്ടിക്കലായി ചിന്തിക്കുന്നവരെയാണ് അതിനു വേണ്ടി നിർത്തുന്നത്. And they require people who think tactically. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ വിഭിന്നമാണല്ലോ ഇപ്പോഴും. But God's work are always different. ദൈവത്തെ പാടി സ്തുതിക്കുന്ന പാട്ടുകാരെ മുന്നിൽ നിർത്തി പാടിക്കാൻ തുടങ്ങി. But he set in front the singers who will worship the Lord. അവർ എന്താ പാടിയതെന്നറിയാമോ? ജീവനുള്ള ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവർ പാടി. And what did they sing? They were offering thanks to the living God. അവർ വേറൊന്നും പാടിയില്ല. ഞങ്ങളുടെ ദൈവം നല്ലവനാണ്, വല്ലഭനാണെന്ന് പാടി. And not they didn't say anything else. They sang, our God is great and mighty. എന്താണ് സംഭവിച്ചതെന്നറിയാമോ? And what happened next? God defeated 3 nations without sword. And God defeated 3 nations without a sword. അവർക്ക് വാളും പരിചയമായി യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. They did not have to go in war with the sword and അവരെ the shield. ദൈവം അവരുടെ കയ്യിൽ കൊടുത്തു. God just gave them into their ഇന്ന് നിനക്ക് hands. മുൻപിൽ യുദ്ധമുണ്ടെന്നുള്ളത് ശരിയാണ്. You have war in front, it is വളരെ true. പ്രോഫറ്റിക്കലായി ദൈവാത്മാവ് സംസാരിക്കുന്നു. God is speaking prophetically to നിനക്ക് you. മുമ്പിൽ യുദ്ധമുണ്ട്. You have a war in front അത് of you. സത്യമാണ്. It is true. നിന്റെ ഉറക്കം കെടുന്നു. Your sleep is നിന്റെ going സ്വസ്ഥത away. കെടുന്നു. Your peace is going off. നിന്റെ പ്രശ്നങ്ങൾ വളരെ പർവ്വത സമാനമായതാണ്. Your troubles are like mountains. Are you ready to sing before the Lord? My God is great. Are you ready to sing before the God? My God is great. Amen. Jesus. ആ ദൈവത്തിന് ഹൃദയം കൊണ്ട് നന്ദി പറഞ്ഞ് പാടാമോ എന്ന് പ്രാർത്ഥിച്ചാട്ട് ദൈവജനം. Can we sing from the bottom of our അതൊരു hearts and ഡെലിവറൻസിന്റെ pray? പോയിന്റായി ആത്മാവ് കാണുന്നു. It is a point of deliverance. The Spirit is saying. വളരെ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന 3 നേഷൻസിന്റെ ആർമിയോട് യുദ്ധം ചെയ്യാതെ ജനത്തെ ദൈവം വിടുവിച്ചെങ്കിൽ ദൈവമൈതലേ നിന്റെ മുൻപിൽ നീ പാടാൻ, നീ പ്രാർത്ഥിക്കാൻ, യഥാർത്ഥമായ ഒരു ആരാധനയായി നിന്റെ ജീവിതം മുഴുവൻ മാറുന്നതിനായി നീ ഏൽപ്പിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? വിടുതലാണ് സംഭവിക്കുന്നത്, ദൈവപ്രവൃത്തിയാണ് സംഭവിക്കുന്നത്. If you are ready to sing from the bottom of your heart about the greatness of God, He will defeat your battles. And what is going to happen? He will give you great deliverances in your life. ഹല്ലേലൂയ. അവിടെ ആരാധന ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ നിങ്ങൾ ഈ വചനങ്ങളെല്ലാം സംഗ്രഹിച്ച് വീട്ടിൽ പോയിരുന്നും നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണം. You must meditate on this word and go home and pray on these. അങ്ങനെ യഹോശാഫാത്തിന്റെ യുദ്ധം ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് ഒരു യുദ്ധം ചെയ്യാതെ വലിയ വിജയം കൊയ്യുവാനിടയായി. And that's how Jehoshaphat was victorious without battling, through the trust in the Lord. അതുപോലെ കടലിനടിയിൽ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന യോന, And in the same way where Jonah was in the belly of the fish. യോന 2:9-10 വാക്യങ്ങളിൽ അതുണ്ട്. In Jonah chapter 2 verse 9 and 10 it's there. അവൻ അവിടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്ന പ്രാർത്ഥന അവിടെ കാണാൻ കഴിയും. And there when he's praying we can see he's offering thanks to God. അപ്പോൾ ഓർക്കേണ്ടത് ഡെലിവറൻസ് ഫോളോ യുവർ ഗ്രാറ്റിറ്റ്യൂഡ്. So therefore we need to remember deliverance follows your gratitude. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ വെറും വാക്കല്ല, എല്ലാം അർപ്പണം ചെയ്തുകൊണ്ടുള്ളതായ താങ്ക്സ് ഗിവിംഗ് ആണ്. When we say gratitude, it's not just through words, but it is a thanksgiving where we offer വളരെ everything. കൃത്യമായി ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. The Spirit is clearly speaking to you. നമ്മെ വിടുവിക്കാൻ, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മെ കരകയറ്റാൻ അവൻ കൃത്യമായി ആഗ്രഹിക്കുന്നു. He clearly wants us to deliver us from all our troubles. പൗലോസും ശീലാസും ദൈവത്തെ ആരാധിച്ചില്ലേ? Paul and Silas worshiped God. അവർ ആരാധിച്ചതും പ്രാർത്ഥിച്ചതും അർദ്ധരാത്രിയിലാണ്. They were doing this in midnight. അവരുടെ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ടൈമിലാണ് അവർ ആരാധിച്ചത്. They were worshiping in their darkest times. ദൈവമൈതലേ, കംഫർട്ടായ സമയത്തുള്ള സമർപ്പണവും ആരാധനയും ദൈവത്തിന് കൊടുക്കലുമല്ല, നിന്റെ ഇരുട്ടിന്റെ അനുഭവങ്ങളിൽ, നിന്റെ ഞെരുക്കത്തിന്റെ അനുഭവങ്ങളിൽ, ഒട്ടും കംഫർട്ട് അല്ലാത്ത സാഹചര്യത്തിന്റെ നടുവിൽ നീ സമർപ്പിച്ചുകൊണ്ട്, നീ ഏൽപ്പിച്ചുകൊണ്ട്, ലൈഫിനെ സറണ്ടർ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകള്, ആരാധിക്കുന്ന ആരാധനകള്, അവന് വേണ്ടി നീ മാറ്റിവെക്കുന്നത്, കൊടുക്കുന്നത് എല്ലാം വിടുതലായി മാറും. കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറക്കാനിടയാകും. പർവ്വതത്തിന്റെ മലകള് വഴിമാറുവാനിടയാകും. All the praises and offerings and the worship we do not in our comfort zones but in our dark times leads to victories and deliverances for us. Thanksgiving is the language that opened the gate of God's intervention. Thanksgiving is the language that opens the gate of God's intervention. ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ആ ഭാഷ, ആ ജീവിതം, ആ സമർപ്പണം,
അത് ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുന്നതിനിടയാകുന്നു. Thanksgiving, the language, the lifestyle makes God's hand move for us. ഹല്ലേലൂയ. കർത്താവിന്റെ ധന്യമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. May the blessed name of our God be praised. അപ്പോൾ ഒന്നാമതായി വിടുതലിന് വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ്. Therefore, first thing we need for deliverance is gratitude. രണ്ടാമതായിട്ട് പറയുന്നത് ഫിഡലിറ്റി അഥവാ ഫെയ്ത്ത്ഫുൾനെസ്. Secondly, we saw its fidelity or faithfulness. ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ നാം ദൈവത്തെ ബഹുമാനിക്കുന്നു എന്നുള്ളതാണ്. To lead a faithful life, it means we are honoring God. അതുകൊണ്ടാണ് ഈ വചനഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക. Therefore, that's why it says in this passage to offer thanksgiving to God. എന്താണ് സ്തോത്രയാഗം അർപ്പിക്കുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? What does it mean to offer sacrifices of praise? Fulfilling the commitment to God. It means fulfilling the commitment to God. ദൈവവുമായിട്ടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ് ഫുൾഫിൽ ചെയ്യുന്ന അനുഭവമാണ് ഫെയ്ത്ത്ഫുൾ അനുഭവം എന്ന് പറയുന്നത്. It means an experience of fulfilling the commitment to God. That's what it means, faithfulness. നമുക്ക് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടോ ദൈവത്തോട്? Do we have any commitments towards God? നാം ദൈവത്തോട് ഫെയ്ത്ത്ഫുൾ ആണോ? Are we faithful to God? നാം വളരെ നന്നായി പുനർവിചിന്തനം ചെയ്യണം. ഈ ദിവസങ്ങൾ നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. We need to self-introspect. In these days, the prayers are beginning. ചർച്ച് ഒരു പ്രയർ മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്ന സമയങ്ങളാണ്. Church is going to shift into a prayer mode. ചർച്ച് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഓൾ ഫാമിലി ഒരു പ്രയർ മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്ന ദിവസങ്ങളാണ്. When we say church is shifting, the whole family is shifting to a prayer mode. ഈ വചനങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ കരുതണം. We should preserve these verses in our heart. എന്താണ് നമ്മുടെ കമ്മിറ്റ്മെന്റ് ദൈവവുമായിട്ടുള്ളത്? What is our commitment to God? ഒന്നാമതായി കീപ്പിംഗ് the promises which we given before God. First thing is to keep the promises which we have given before God. ദൈവത്തിന്റെ മുൻപാകെ നാം എടുത്തിട്ടുള്ളതായ തീരുമാനങ്ങളും സമർപ്പണങ്ങളും അതിലേക്ക് നാം മടങ്ങി വരിക എന്നുള്ളതാണ്. We need to return to the promises and the vows which we have made to God. രണ്ടാമതായിട്ട് ദൈവം പറയുന്നത് അതുപോലെ അനുസരിക്കുക എന്നുള്ളതാണ്, obedience. Secondly, to obey whatever God says in the same manner. മൂന്നാമതായിട്ട് holiness, ജീവിത വിശുദ്ധി എന്നുള്ളതാണ്. Third thing is holiness in life. അത് മാത്രമല്ല നിരന്തരമായ കൺസിസ്റ്റൻസി ഇൻ പ്രയർ ആൻഡ് ദ വേർഡ്. Not just that, it requires consistency in prayer and word. ഒരു പ്രശ്നം വരുമ്പോൾ ഉള്ള പ്രാർത്ഥനയല്ല, കൺസിസ്റ്റന്റ് ആയി തുടർമാനമായി ദൈവ വചനത്തിൽ ധ്യാനിക്കുകയും ഏൽപ്പിക്കുകയും ചെയ്യുന്ന അനുഭവം പ്രാർത്ഥനയിൽ ജീവിതം മുൻപോട്ട് നയിക്കുന്ന അനുഭവം. It is not just a prayer when trouble comes, but a consistent experience of prayer and word in our daily life. അത് മാത്രമല്ല നമ്മുടെ ചർച്ചുമായി ദൈവം നമുക്ക് ആധ്യാത്മികമായി വളരുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ചർച്ചുമായിട്ടുള്ള നമ്മുടെ ഫെയ്ത്ത്ഫുൾനെസ്, നമ്മുടെ സീരിയസ് കമ്മിറ്റ്മെന്റ് ഇതും ഇതിൽ പെടുന്നതാണ്. And with that, our faithfulness and our serious commitment to grow along with the church and towards the church. So God cannot deliver someone who refuses to walk in his ways. Therefore, God cannot deliver someone who refuses to walk in his ways. ദൈവത്തിന് ഒരു വ്യക്തിയെ വിടുവിക്കുവാനോ സഹായിക്കാനോ കഴിയത്തില്ല ദൈവത്തിന്റെ വഴികളെ റെഫ്യൂസ് ചെയ്ത് വഴിമാറി നടന്നാൽ. God cannot help or save a person who refuses to walk in his ways. അതുകൊണ്ടാണ് 1 ശമൂവേൽ 2:30 പറയുന്നത്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. Therefore, it's in Samuel chapter 2 it says, those who honor me, I will honor him. എല്ലാവരും ഇവിടെ തന്നെയാണോ? കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ട് If we are here, can we praise the സന്തോഷത്തോടെ Lord? ആമേൻ പറഞ്ഞാട്ടെ. Can we happily നമ്മുടെ praise God? വിടുതലിന്റെ സമയമാണ്. It is a time ദൈവം നമ്മെ of our സഹായിക്കാൻ പോകുകയാണ്. God is going to help us. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴികളിൽ നടന്നുകൊണ്ട് വിടുതൽ പ്രാപിപ്പാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. Let us surrender to receive deliverance from the God. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, be faithful unto death, then I will give the crown of life. That's why in Revelation it says to be faithful until death, then you will receive the crown of life. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാൻ ഞാൻ നിനക്ക് ജയത്തിന്റെ കിരീടം നൽകും. If you are faithful till death, you will receive the crown of life. അത് മാത്രമല്ല ഫിഡലിറ്റി, ഫെയ്ത്ത്ഫുൾനെസ് build up our spiritual authority. And not just that, fidelity and faithfulness builds up our spiritual authority. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ശക്തമായ അതോറിറ്റി ഉള്ളവരായി, അധികാരമുള്ളവരായി നമുക്ക് ജീവിക്കാൻ കഴിയും. It provides a very powerful authority in our spiritual life and our living. ഹല്ലേലൂയ. അത് അനേക ഉദാഹരണങ്ങൾ എനിക്ക് പറയുവാൻ കഴിയും.
There are many examples for that. ആ യേശുവിനെ കുറിച്ച് അവൻ അധികാരമുള്ളവനായി സംസാരിച്ചു. When they spoke about Jesus, they said he spoke with അവന്റെ authority. വാക്കുകൾ കേട്ടപ്പോൾ ആളുകൾ വല്ലാതെ ആശ്ചര്യഭരിതരായി. When they heard his words, they were surprised. പ്രതികൂലങ്ങളുടെ നടുവിൽ പൗലോസ് മെലിത്ത ദ്വീപിൽ എത്തുന്നതിന് മുൻപ് പറഞ്ഞു, ധൈര്യമായിരിക്കുക. ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്ന, ലോകത്തിനൊരു പ്രതീക്ഷ നൽകുന്ന, അതോറിറ്റേറ്റീവായി സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാകുവാൻ നമുക്ക് ഫെയ്ത്ത്ഫുൾ ലൈഫ് ആവശ്യമാണ്. Paul, before reaching the shore at Malta, authoritatively said, be of good cheer and strength. That is the same way we can do. ജോസഫ് കാരാഗൃഹത്തിൽ കിടന്നപ്പോഴും ആ കാരാഗൃഹത്തിലും അവൻ പിറുപിറുക്കാതെ അവൻ ഫെയ്ത്ത്ഫുള്ളായി നിന്നു. ദൈവം അവന് വേണ്ടി നിന്നു. Joseph, when he was in the prison, did not murmur, but stood faithful to the Lord. ഡാനിയേൽ ഫെയ്ത്ത്ഫുൾ ആയിട്ട് നിന്നു. സിംഹത്തിന്റെ വായ അവൻ അടച്ചു. Daniel was faithful and God shut the mouths of the lions. ഇന്ന് പകൽക്കാലവും ദൈവം നമ്മോട് ഡിമാൻഡ് ചെയ്യുന്നത് നാം ഫെയ്ത്ത്ഫുൾ ആയി നിൽക്കുക, അവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്നുള്ളതാണ്. Even today God demands that we should be faithful and he will come down and work for us. അടുത്തതായി ഫെയ്ത്ത്ഫുൾ എന്നുള്ളത് ഉദാഹരണം ഹന്നായെ നമുക്ക് കാണാൻ കഴിയും. Next example for faithfulness is about Hannah. സാമുവേൽ 1-2 അധ്യായത്തിൽ അത് വിവരിക്കുന്നുണ്ട്. And it clearly describes in 1 Samuel അവൾ chapter 1 and 2. ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു. She made a decision in the presence of the Lord. അവളൊരു vow അവിടെ എടുക്കുകയാണ്. She made a vow to the Lord. അവൾ അത് ഫുൾഫില്ലും ചെയ്തു. And she fulfilled that. നാളുകൾ കാത്തിരുന്ന ഒരാഗ്രഹമായിരുന്നു അത്. It was a desire she waited for long. ഹല്ലേലൂയ. പെനിന്നായിക്ക് ധാരാളം മക്കളുണ്ട്, അവരെല്ലാം അവളുടെ മുൻപിൽ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുക. When Penina had many children and they are playing in front of her, അവൾക്കുണ്ടായ എല്ലാ നിന്ദകളും അവൾ അനുഭവിച്ച് അവസാനം ഭാരപ്പെട്ടാണ് അവൾ ദേവാലയത്തിൽ ചെന്നത്. she experienced all the insults and pain, and then she's going to the presence of God with sorrow. അവൾ ദേവാലയത്തിൽ ചെന്ന് ഹൃദയം തകർന്ന് പ്രാർത്ഥിച്ച സംഭവം നമുക്കറിയാം. We know that place where she prayed with a broken heart. പക്ഷേ അവളൊരു തീരുമാനം ദൈവമുമ്പിൽ എടുത്തു. But she made a firm decision to the Lord. എനിക്കൊരു തലമുറയെ തന്നാൽ If you give me a son, ഞാനത് നിനക്ക് വേണ്ടി അർപ്പണം ചെയ്യും. I will offer him to you. ഹല്ലേലൂയ. കുഞ്ഞിനെ കിട്ടിയപ്പോൾ When she received that child, ലോകപരമായ എല്ലാ ഇമോഷനും ഫീലിംഗും എല്ലാം അവൾക്ക് ഉണ്ടെന്ന് ഓർക്കണം നമ്മൾ. we need to understand she has the same feeling and emotions പക്ഷേ as everyone else. കൃത്യമായി ഹല്ലേലൂയ അവൾ അവനെ ആ പ്രതിജ്ഞ നിറവേറ്റി. നോക്കണം എന്ത് പെയിൻ കാണും. Can you imagine that? But clearly she offered him back to the Lord, and we need to understand how അബ്രഹാം much pain she had. ബലിവേദിയിലേക്ക് ഈസഹാക്കിനെ കൊണ്ടുപോകുമ്പോൾ ആ പിതാവിന്റെ നെഞ്ചുലയല്ലേ. You see the heart of Abraham when he was taking Isaac to the ദൈവത്തിന് sacrifice. വേണ്ടിയുള്ള ആരാധനയും സമർപ്പണവും ഈ വിധത്തിൽ പെയിൻ എടുത്തുകൊണ്ട് വാക്ക് പാലിച്ചാൽ നീ സാധാരണക്കാരന്റെ വാക്കല്ല കേൾക്കുന്നത്, നീ ഓൾമൈറ്റി ഗോഡ്. ആരാണവൻ? ഹിസ് നെയിം ഈസ് എൽ ശദ്ദായ്, ഹിസ് നെയിം ഈസ് അഡോനായ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നിനക്ക് വേണ്ടി സകലവും നിർവഹിക്കാൻ കഴിയുന്നവൻ. Though you might experience a lot of pain and sorrow when you worship him, but he's Almighty God who can do everything and everything for you. ഹല്ലേലൂയ. ഇവൾ ഈ കുഞ്ഞിനെയും വിട്ടിട്ട് ദേവാലയത്തിൽ പുരോഹിതനെ ഏൽപ്പിച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴും അവൾ ഒറ്റയ്ക്കാ. പക്ഷെങ്കിൽ പെനിന്നായുടെ മക്കളെല്ലാം അവളുടെ മുൻപിൽ പഴയ സ്റ്റണ്ടെല്ലാം കാണിച്ച് അവളുടെ മുൻപിൽ നിൽക്കുകയാണ്. We need to understand that after Hannah left Samuel at the house of God, she returns, she's alone. But സ്റ്റോറി അവിടെ കൊണ്ട് തീരത്തില്ല. the story doesn't end there. ദൈവത്തെ ബഹുമാനിച്ച് ജീവിച്ചാൽ സ്റ്റോറി ചെറുതാകത്തില്ല. If you honor God and live, your story is not small. ദൈവത്തെ സകലത്തിലും ആദരവ് കൊടുത്ത് ജീവിച്ചാൽ നിന്റെ ചരിത്രം ഓർഡിനറി ആയിട്ടുള്ള ഒരു ചരിത്രമാകില്ല. നിന്റെ ലെഗസി ഒരു നോർമൽ ലെഗസി ആകില്ല. If you honor God in everything, your history and legacy is not ordinary, but it will be something big. ഹല്ലേലൂയ. ഹന്നായ്ക്ക് ദൈവം വീണ്ടും തലമുറകളെ അങ്ങോട്ട് നൽകി മാനിച്ചു. God offered more children to Hannah and honored her. ഹല്ലേലൂയ. പെനിന്ന പറഞ്ഞു കാണും ഒന്നുള്ളത്, കാരണം അവർക്ക് ആത്മീയ കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ട് ദേവാലയത്തിൽ കൊടുത്തതിന്റെ അർത്ഥം എന്താണ്, പുരോഹിതനെ ഏൽപ്പിച്ചു കൊണ്ടുവരുത്തതിന്റെ ഒന്നും കാഴ്ചപ്പാട് അവർക്ക് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് അറിയില്ല. അതും അവൾ ബ്ലെയിം ചെയ്യാൻ തുടങ്ങി കാണും. ഇവള് വലിയ പ്രാർത്ഥനക്കാരിയാണ്, ഇവൻ വലിയ ദൈവത്തിന്റെ കാര്യവും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് തെക്കോട്ടും വടക്കോട്ടും എന്നൊക്കെ അവൾ വ്യാഖ്യാനിച്ചു കാണും. എന്നാൽ സ്റ്റോറി അവിടെ അവസാനിക്കത്തില്ല. ദൈവ പൈതലേ, ദൈവസഭയെ ഉണരുക, അവനെ ബഹുമാനിക്കുക, അവന് ഒന്നാം സ്ഥാനം കൊടുക്കുക. അവൻ നിന്റെ ചരിത്രം മാറ്റും. ഇത് വലിയ ഇന്റലക്ച്വൽ ജിംനാസ്റ്റിക് അല്ല, പിന്നെയോ ദൈവത്തിന്റെ വചനമാണ് ഇന്ന് നിന്നെ തേടി വരുന്നത്, നിന്റെ ഭാവിയെ തേടി വരുന്നത്,
നിന്റെ ഭവനത്തെ തേടി വരുന്നത്. അടബല കമ്പലാതര ആരാധിച്ചാട്ടെ ദൈവജനം. നിന്റെ ഭാവിയെ തേടി വരുന്ന ഈ വചനം നീ നഷ്ടമാക്കരുത്. തുരാലബ ഖമന അർത്ഥവൗഡവരഹസ്യാല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്, ഹല്ലേലൂയ. ഈ വചനത്തിന് ശക്തിയുണ്ട്, ഈ വചനത്തിന് ജീവനുണ്ട്. ഈ വചനം ഇന്ന് ജീവനോടെ പ്രവർത്തിപ്പാൻ ശക്തമായതാണ്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ജീസസ് നെയിം, ജീസസ് നെയിം, ജീസസ് നെയിം. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ആ വിടുതലുകൾ സമ്പൂർണ്ണതയിലേക്ക് വരട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ദൈവത്തോടെ മാനിച്ചു ഈ സന്ദേശം ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. We have reached to the end of the message. അർഖമനഗസ്യ വളരെ ഗൗരവമായി ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. Let us be in the presence with serious വളരെ commitment. ഫെയ്ത്ത്ഫുൾ ആയി അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. Abraham obeyed God with full നിങ്ങൾ faithfulness. ജനസിസ് 22 വായിക്കണം. You can read Genesis 22. വളരെ വൈകാരികമായ ഒരു രംഗമാണ് അവിടെ ഉള്ളത്. It is a very emotional. ഹല്ലേലൂയ. ഒരു സമയത്ത് അവൻ ഏകനായി മോറിയയുടെ മല ചവിട്ടി. He was alone and standing on Mount വളരെ Moriah. കയ്പിന്റെ അനുഭവമാണെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. We can say it is a very bitter experience. ദുരിതങ്ങളിലേക്ക് തള്ളിവിടുന്ന ഒരു ദൈവമെന്ന് ദൈവമില്ലാത്തവർ പറഞ്ഞേക്കാം. And godless people might have said he has pushed you to ഒരു trouble. ദൈവമില്ലാത്ത ദൈവമാണെന്ന് മറ്റുള്ളവർ വ്യാഖ്യാനിക്കാം. Others may say your God is a God of defeat. നിന്റെ സമർപ്പണം നീ മറക്കരുത്. നീ ദൈവം വക എടുത്തിട്ടുള്ള സമർപ്പണവും നിന്നെ വിളിച്ച വിളിയും നിന്നെ കേൾപ്പിച്ച ആലോചനകളും ഹല്ലേലൂയ സ്തോത്രം നിന്നോട് സംസാരിച്ച വചനവും നീ മറക്കരുത്. ഈ പകൽ ഈ ആലയത്തിൽ ആളെ പ്രതി ദൈവാത്മാവ് സംസാരിക്കുന്നു. നീ ഏത് ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നാലും ഏത് തിരക്കിന്റെ നടുവിൽ നിന്നാലും എത്രമാത്രം ഖയോസ് നിന്നെ മൂടിയാലും നിന്റെ സമർപ്പണം നിന്റെ വിളി നിന്റെ മേലുള്ള ആലോചന നീ മറക്കരുത്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവിക വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ, സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. വിടുതലുകൾ നടക്കുന്നുണ്ട്. അസാധാരണമായി ഇറങ്ങി വരുന്ന ദൈവകൃപയുടെ ശക്തി ഇന്ന് ഈ ആലയത്തിൽ ചലിക്കുന്നുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ നിന്റെ ഏകജാതനായി തരാൻ മകനെ തരാൻ നീ മടി കാണിച്ചില്ല. സ്തോത്രം. നിനക്ക് ഒറ്റ മകനെ കിട്ടിയുള്ളൂ. അത് നിനക്ക് 100 വയസ്സ് കഴിഞ്ഞിട്ട് കിട്ടിയതാണ്. സ്തോത്രം. 100 വയസ്സ് കഴിഞ്ഞിട്ട് കിട്ടിയതാണ്. ഞാൻ ചോദിച്ചപ്പോൾ നീ മടക്കി തരാൻ മടി കാണിച്ചില്ല. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കാൻ പോകുകയാണ്. ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കാൻ പോകുകയാണ്. സ്തോത്രം, സ്തോത്രം. നിന്റെ പേര് ഇല്ലാതെ ഒരു ആധ്യാത്മിക ലോകമില്ല. നിന്റെ പേര് കേൾക്കാത്ത ഒരു ആധ്യാത്മിക ലോകമില്ല. ദൈവമൈതനെ നീ വിശ്വസ്തയോടെ നിന്നാൽ നിന്നെ മാറ്റി നിർത്തിയെടുത്ത്, നിന്നെ നിന്ദിച്ചെടുത്ത്, നിന്നെ അവഗണിച്ചെടുത്ത്, നീ കയ്പിന്റെ അനുഭവം കയ്പ് നീർ കുടിച്ചെടുത്ത് നിന്നെ മാനിക്കുമെന്ന് ആത്മാവ് ദൂത് പറയുന്നു.
ഹസ്തധേരിയ പലരുടെയും അടുക്കൽ വന്ന് ദൂത് പറയണമെന്നുണ്ട്. ദൈവാത്മാവിത് കളക്റ്റീവായി ഏറ്റെടുത്ത ദൈവജനം പ്രാർത്ഥിക്കട്ടെ. ഓ, നിന്നെ അവൻ മാനിക്കും, മറക്കത്തില്ല, അവൻ നിന്നെ മറക്കത്തില്ല. അവൻ നിന്നെ മറക്കത്തില്ല. നീ അവന് വേണ്ടി നിൽക്ക്, അവന് വേണ്ടി നിൽക്ക്, അവനെ മാനിക്ക്, അവനെ ആദരിക്ക്, അവനെ ഉയർത്ത, അവൻ നിന്നെ ഉയർത്തു. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ Let us keep thanking God with joy and be ഒന്നാമത്തേത് ഗ്രാറ്റിറ്റ്യൂഡ്, first is gratitude. രണ്ടാമത്തേത് ഫിഡലിറ്റി, ഫെയ്ത്ത്ഫുൾനെസ്, Second is fidelity, faithfulness. മൂന്നാമത്തേത് കർത്താവ് പറയുന്ന വാഗ്ദത്തമാണ്, ഞാൻ നിന്നെ വിടുവിക്കുമെന്നാണ്. Third one is a promise that God will deliver you. ഞാൻ നിന്നെ വിടുവിച്ച് നിന്നിൽ മഹത്വം എടുക്കുമെന്നാണ് പറയുന്നത്. God says, I will deliver you and കർത്താവ് you will മഹത്വം glorify me. എടുക്കും. ഇന്ന് ഈ 2025 അവസാനിക്കുന്നതിന് മുൻപ് ചില വിഷയങ്ങൾ ദൈവം മഹത്വം എടുത്തേ മതിയാകൂ. നിർബന്ധ ബുദ്ധിയോടെ എത്ര പേര് ഇതിനെ കാണുന്നുണ്ട്? മടികൂടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, വിടുതൽ ഞാൻ നിനക്ക് നൽകുമെന്ന്. God says, I will give you deliverance. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ ഉത്തരം അരുളുമെന്നാണ് പറഞ്ഞത്. Says, I will answer you in the day of your ഹല്ലേലൂയ. ആ വാഗ്ദത്തം അവൻ ഇന്ന് നമ്മോട് നൽകിയിരിക്കുകയാണ്. That promise he is giving you today. ഹല്ലേലൂയ. നമ്മൾ ഓർക്കണം, ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. God's promises is always, that is exclusive, that is not for everyone. Those who are thankful and those who are faithful, they will taste the deliverance of God. Those who are thankful, those who are faithful, they will taste the deliverance of God. Hallelujah. വചനം പ്രഖ്യാപിക്കുന്നു, ദൈവ മുൻപാകെ നന്ദിയുള്ളവരും ദൈവത്തെ ബഹുമാനിക്കുന്നവരും ദൈവത്തോട് വിശ്വസ്തതയും പുലർത്തിയാൽ നീ വിടുതലിന്റെ പ്രവൃത്തി കാണും. എന്തുകൊണ്ട് ദൈവമേ ദീർഘിക്കുന്നു? Why me Lord എന്ന നിന്റെ ചോദ്യത്തിന് അവൻ മറുപടി തരുമെന്ന്. ലറബ കപ്പൽ പൗര തേരിയാലവർ. പ്രിയമുള്ളവരെ, അവസാനം ഈ സന്ദേശത്തിന്റെ അവസാനത്തിലേക്ക് നാം വരികയാണ്. അതിശക്തമായ ദൈവ സാന്നിധ്യം ഈ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയുടെ തലം നമുക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. God has opened his mighty works into our midst now. നാം ഓർക്കണം, ദൈവത്തിന്റെ പ്രവൃത്തി, പ്രോമിസസ് വർക്ക്ഔട്ട് ആകാൻ പോകുന്നത് those who are thankful and faithful to God. We need to understand the promises of God will work out for those who are thankful and faithful. പിന്നീട് വിടുതൽ ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. Let us hear how deliverance begins. നിങ്ങൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോഴാണ്. When you cry out to the Lord. ഇവിടെ വചനം പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കാന്ന് പറയും. Here the word says to call to me. Not when you complain. Not when you complain. നീ ഗ്രംബിൾ ചെയ്തും കംപ്ലൈന്റ് പറഞ്ഞു തല താഴ്ത്തി ഭാരത്തോടെ മാത്രം ഇരുന്നാൽ വിടുതൽ നടക്കത്തില്ല. മറിച്ച് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോഴാണ്. If you complain and grumble, there won't be a deliverance. But if you earnestly call to him. നമ്മളിൽ തന്നെ റിലേ ചെയ്യാതെ ദൈവത്തിൽ പൂർണ്ണമായി റിലേ ചെയ്യുന്ന അനുഭവത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ്. Let us come to experience where we completely rely on God. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 121 സങ്കീർത്തനത്തിൽ 1-2 വാക്യത്തിൽ എന്താണ് പറയുന്നത്? That is why in Psalms 121 verse 1 and 2 it says, Deliverance starts when your eyes turn to the Lord. Deliverance starts when your eyes turn to the Lord. ദൈവത്തിങ്കിലേക്ക് ആ ശ്രദ്ധ പതിപ്പിക്കുക. നിങ്ങളുടെ വിഷയം എന്തായാലും, Let us focus on the Lord. എത്ര വിഷയം ഉണ്ടെങ്കിലും,
Whatever your issue be. ദൈവാത്മാവ് ഒരു പ്രസംഗത്തിനല്ല എന്നെ ഇവിടെ നിർത്തിയേക്കുന്നത്. God has not kept him in for a ചില message. ചിന്തകൾ നിങ്ങൾക്ക് പകരാൻ വേണ്ടിയല്ല എന്നെ നിർത്തിയിരിക്കുന്നത്. Not to transfer some thoughts to you. നിങ്ങളെ വിടുതലിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. But to lead you to a ഈ deliverance. വചനം ഇവിടെ വെളിപ്പെടുമ്പോൾ ഇതിന് ആവശ്യമായ പ്രവർത്തിക്ക് ആവശ്യമായ ദൈവകരം ഇവിടെ ചലിക്കുന്നുണ്ട്. When this word is saying here, the hand of the God is here to work for you. ഹല്ലേലൂയ. Amen. Jesus. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. Let us start praying in the presence of the Lord. നമ്മൾ തീരുമാനമെടുക്കാൻ ഞാൻ വിശുദ്ധിയിൽ ജീവിക്കുമെന്നുള്ളത്. Let us make a decision. ദൈവത്തോടുള്ള കമ്മിറ്റ്മെന്റ് ഞാൻ നിർവഹിക്കുമെന്ന് തീരുമാനമെടുക്കുക. Let us decide to commit our lives to the Lord. മറ്റുള്ളവരോട് ക്ഷമിക്കും, forgive others. മറ്റുള്ളവരോട് ക്ഷമിക്കും എന്ന് തീരുമാനമെടുക്കുക. Let us decide to forgive others. ആരാധനയിലേക്കും ശക്തമായ ദൈവമായിട്ടുള്ള കമ്മ്യൂണിയനിലേക്ക് ഞാൻ മടങ്ങി വരുമെന്നുള്ളതാണ്. I will return to worship and great communion with the Lord. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കാൻ പോകുകയാണ്. God is going to start ദൈവം deliverance. നമ്മെ ഒരുക്കി ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. God is bringing us to that level of ഈ deliverance. ശക്തമായ തീരുമാനങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. If you pray with that strong decision, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. that the Holy Spirit is saying today, ഹല്ലേലൂയ. Every chain will break today. every chain will break today. Hallelujah. If you are ready to give thanks to the Lord. If you are ready to give thanks to the Lord. Hallelujah. ഇന്ന് ദൈവത്തിന് നന്ദി പറയുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉയർന്നാൽ, ഹല്ലേലൂയ, ചില വിടുതലുകൾ എല്ലാ ചെയിനുകളും മുറിച്ചുകൊണ്ട്, ഹല്ലേലൂയ, മലകളെ തകർത്തുകൊണ്ട്, കോട്ടകളെ ഇടിച്ചുകൊണ്ട് അവൻ പ്രവർത്തിക്കാൻ പോകുകയാണ്. If there is an atmosphere of thanksgiving here, then he is going to break every chain and bring down every mountains before you. വിശ്വസ്തതയ്ക്ക് വേണ്ടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യൻ നിന്റെ മുൻപിൽ അടച്ച വാതിലുകൾ അവൻ തുറക്കാൻ പോകുകയാണ്. When you surrender towards എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക്. he is going to open doors before you. സ്തോത്രം. പ്രാർത്ഥിക്കാൻ, ദൈവത്തെ വിളിക്കാനുള്ള മനോഭാവത്തോടെ നിൽക്കുക. Let us stand with an attitude of prayer and calling God. ദൈവത്തെ വിളിക്കാൻ, ഉച്ചത്തിൽ വിളിക്കാൻ, പ്രാർത്ഥിക്കാൻ, കരയാനുള്ള മനോഭാവത്തോടെ നിൽക്കുക. Let us cry, call and shout to the Lord. മനുഷ്യൻ നിന്റെ മുൻപിൽ അടച്ച വാതിലുകളെ അവൻ തുറക്കുമെന്ന്. Man shut the doors, he is going to open before you. എന്തിനേറെ പറയുന്നു, ആത്മാവ് പറയുന്നത് കൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു. ശത്രു നിനക്കെതിരെ കരുതി കുട്ടി പ്രവർത്തിച്ചിട്ടുള്ള ആഭിചാരത്തിന്റെ ദീർഘവർഷങ്ങൾ കൊണ്ട് ആക്റ്റീവായി നിന്ന് നിന്റെ ഭാവിക്കെതിരെയും നിന്റെ തലമുറക്കെതിരെയും പോരാടിക്കൊണ്ടിരിക്കുന്ന ദുഷ്ട ആഭിചാര വ്യാപാരങ്ങളെയൊക്കെ ഉരുക്കി നിർവീര്യമാക്കുന്ന കൃപയുടെ ശക്തി ഇന്ന് ഈ ആലയത്തിൽ വന്നിട്ടുണ്ട്. ഓ, ദൈവത്തോട് പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഓ, ഹല്ലേലൂയ. ഓ, റേബലവ ശംദലവ ശംദലവ അർത്ഥല പ്രവൽക്കട രഹസ്യാന്തരിയാല ഉടരവ രഹസ്യാല വരക്തര ഘടകസ്യാല. യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾ നടക്കുന്നുണ്ട്. ദൈവപ്രവർത്തികൾ നടക്കുന്നുണ്ട്. കൽവത്താലിയ, അടത്താലിയ, ആർക്കമാലിയ. യേശുവിന്റെ നാമത്തിൽ ശത്രു ഉയർത്തുന്ന പൈശാചിക കൊണ്ടകൾ ഇടിയട്ടെ. ഓ, ശത്രു ഉയർത്തി വെച്ചിരിക്കുന്നതായ വെല്ലുവിളികൾ നിർവീര്യമാകട്ടെ യേശുവിന്റെ നാമത്തില്. ദൈവത്തിന്റെ പ്രവൃത്തികൾ അതിന്റെ പൂർണ്ണയളവില്, ദൈവപ്രവൃത്തികൾ അതിന്റെ പൂർണ്ണയളവില്. ഓ, ദൈവമഹത്വം വെളിപ്പെടട്ടെ, ദൈവമഹത്വം വെളിപ്പെടട്ടെ. ദൈവമേ, ടൈം മൗണ്ടിൽ ചില പ്രവൃത്തികൾ നടക്കട്ടെ. ഓ, ഹല്ലേലൂയ. ദൈവമേ, ഇതിലെ ചില പ്രവൃത്തികൾ ഇവിടെ നടന്ന് വിശ്വസിക്കുക. Let us believe some works have happened here. ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക. Let us be faithful to God വളരെ താങ്ക്ഫുൾ ആയിരിക്കുക. and be completely thankful to him. അവനോ വിളിച്ചപേക്ഷിക്കുക. Let us call unto him. അവനോട് പറ്റിയിരിക്കുക. Let us be attached to him. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Let us together pray. നിന്റെ സമർപ്പണത്തെ അവൻ മാനിക്കും. He will honor your submission. നിന്റെ കണ്ണുനീര് കണ്ടിട്ട് അവൻ മറികടന്നു പോകത്തില്ല. He will not forsake your tears നിന്റെ and go സങ്കടം away. കണ്ടിട്ട് മറന്നു പോകത്തില്ല. He will not forget your sorrow and go പ്രാരംഭത്തിൽ away. പറഞ്ഞതുപോലെ ജയ്സെ മാതാ സംഭാൽത്തി ഹൈ വൈസെ യേശു തുമേ സംഭാലേഗാ. He will care for you like your own mother. ദൈവം നിന്നെ കാക്കും. ശക്തമായിട്ട് കൽവത്തുരാശ്വസിയ. Hallelujah. എല്ലാ തടസ്സങ്ങൾ മാറട്ടെ.
തടസ്സങ്ങൾ മാറട്ടെ, തടസ്സങ്ങൾ മാറട്ടെ. കുൽബഖദാരിയ. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു. ഖദ്ബാരക്ത രാജ യേശുവിന്റെ നാമത്തിൽ അറാൽ ഖരാസ്യ ധാര ഷബ്ദൽ പ്രൗഢ വൈഖാരേദിയ ശനേ രഹസ്യ സുരാനവ യേശുവിൻ നാമത്തിൽ കൃപൽ ഖടാരകളക സന്തരാദര യേശുവിൻ നാമത്തിൽ. ഓ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. Our most loving Father, we thank you for this wonderful time, Lord. We thank you for your powerful presence which is moving in our midst, Lord. For speaking to us clearly, Master, as we declare your praises, Lord, and as we recommit our lives, Master, you have already started working for us, therefore we thank you. You have removed the obstacles, therefore we thank you, Lord Jesus. Help us, Lord, to be faithful to you, to be living a holy life to you, Lord Jesus. Surrender the rest of the time and everyone into your hands. Thank you, Lord, for hearing our prayers. In Jesus' name I pray. Amen. കർത്താവ് നമ്മെ അനുഗ്രഹിച്ചതിനായി വിശ്വാസത്തോടെ നന്ദി പറയാം. ഹല്ലേലൂയ.